8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. പൂക്കോട്ടുംപാടം നഗരമധ്യത്തിലെ വാഗത്തോടിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടുന്നു. അധികൃതരുടെ മൂക്കിൻ തുമ്പിൽ നടക്കുന്ന നിയമലംഘനം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ബന്ധപ്പെട്ടവർ. പൂക്കോട്ടുംപാടം പട്ടണത്തോട് ചേർന്നാണ് പൊതുതോടായ വാഗത്തോടുള്ളത്. വിവിധ കെട്ടിടങ്ങൾക്കിടയിലൂടെയുള്ള ഈ തോട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടുകയാണ്. ചന്തയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് കൂടുതലായി മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത്. തോടിന് മുകളിലൂടെയുള്ള സ്ലാബിനടിയിൽ കാണാത്ത വിധത്തിലാണ് മാലിന്യം തട്ടിയിട്ടുള്ളത്. ചന്തയിലെ കച്ചവടക്കാരോ സമീപത്തെ വ്യാപാരികളോ ആവാം മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ടാവുക. കൂടാതെ സമീപത്തെ കെട്ടിടങ്ങളിൽ നിന്നുള്ള മലിനജലവും തോട്ടിലേക്ക് തുറന്നുവിടുന്നുണ്ട്. സ്വകാര്യ വ്യക്തി തോട് കയ്യേറി താൽക്കാലിക കെട്ടിടം നിർമ്മിച്ചതിനാൽ മാലിന്യം തള്ളിയത് പെട്ടെന്ന് കാണാൻ കഴിയാത്തതും മാലിന്യ നിക്ഷേപകർക്ക് അനുഗ്രഹവുമാണ്. സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്താണ് അമരമ്പലം. ഇവിടെയാണ് നഗരമധ്യത്തിൽ ഇത്തരത്തിൽ വ്യാപകമായുള്ള പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപം നടക്കുന്നത്. ഇവിടെ മാലിന്യ നിക്ഷേപം നടക്കുന്ന വിവരം പലകുറി പരാതി ഉയർന്നിട്ടും പഞ്ചായത്തിലെയോ ആരോഗ്യവകുപ്പിലെയോ അധികൃതർ കൃത്യമായി ഇവിടങ്ങളിൽ പരിശോധന നടത്താത്തതാണ് നിയമലംഘനം തുടരാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. നിലവിൽ തോട്ടിലൂടെ വെള്ളമൊഴുകുന്നില്ലെങ്കിലും മഴ പെയ്താൽ ഇതിലൂടെ വെള്ളമെത്തും. അങ്ങനെ വെള്ളമെത്തിയാൽ ഈ പ്ലാസ്റ്റിക് മാലിന്യമെല്ലാം ഒഴുകി കോട്ടപ്പുഴയിൽ പതിക്കാനും അതുവഴി പുഴയടക്കം മലിനമാവാനും ഇടവരും. അതിനാൽ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും കൃത്യമായി ഇടപെടൽ നടത്തി നിലവിൽ കുമിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.